വയനാട്ടിൽ ചേലക്കരയിൽ ജനവിധി കുറിക്കാൻ പോവുകയാണ് വോട്ടേഴ്സ്. അതിൻ്റെ ഒരുപാട് ബൂത്തുകളിലൂടെയുള്ള കാഴ്ചകൾ നമ്മൾ 5 മണി മുതലുള്ള തത്സമയ സംപ്രേഷണത്തിൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചു. ആ സമയങ്ങളിലൊക്കെ നമുക്കവിടെ ബൂത്തുകളിൽ സാധാരണ പതിവായി ആ സമയത്ത് കാണാറുള്ള കാഴ്ചകളാണ്. അതായത് അവിടെ മോക്ക് പോളിംഗ് നടക്കുന്നു, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് വോട്ടേഴ്സ് എത്തിക്കൊണ്ട് ഇരുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ സമയം 6:30 യോടടുക്കുകയാണ്. അതോടുകൂടി ഇനിയിപ്പോൾ വോട്ടേഴ്സ് വരാൻ തുടങ്ങും അല്ലേ. അത് മാത്രമല്ല, ഈ ചേലക്കരയുടെ കാര്യം പറയുമ്പോഴേ ചേലക്കരയിലെ LDFന്റെ 28 വർഷമായിട്ട് LDF ആണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചേലക്കരയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ വെറുതെ അല്ല അവിടുത്തെ ആളുകൾ ഇത്രയും രാഷ്ട്രീയമായിട്ട് ഉറച്ച ബോധ്യമുള്ളതായി മാറിയത്. കാരണം കേരളത്തിൻ്റെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേലക്കരയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് എന്നുള്ളതാണ്. കേരള ഘടകം രൂപീകരിക്കുമ്പോഴൊക്കെ തന്നെ കണ്ണൂരിലെ പിണറായി അവിടെ പാറപ്പുറം സമ്മേളനത്തിന് മുൻപ് ഒക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ രഹസ്യമായ ചർച്ചകൾ നടത്തിയിരുന്നത്, സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തീവ്രമായി നടത്തിയിരുന്നതൊക്കെ തന്നെ ചേലക്കരയിൽ നിന്നാണ് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പാരമ്പര്യം, ഒരു രാഷ്ട്രീയ പാരമ്പര്യം ചേലക്കരയിലുണ്ട്. അത് ഈ രാഷ്ട്രീയ പ്രചാരണ വേളയിലൊക്കെ തന്നെ നമ്മൾ കണ്ടതുമാണ്. കാരണം അവിടുത്തെ ഒരു ചെറിയ കുട്ടിക്ക് വരെ കൃത്യമായിട്ട് ഏത് പാർട്ടിയാണ് ജയിക്കുക എന്നൊക്കെ ചോദിച്ചാൽ അവർ അഭിപ്രായം പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ പ്രതിനിധികളൊക്കെ തന്നെ അവിടെ പോയപ്പോൾ ആ രീതിയിൽ അവിടുത്തെ ഒരു പൾസ് തിരിച്ചറിഞ്ഞവരാണ്. ഇന്നിപ്പോൾ ഓരോ കോണിലും നമ്മുടെ പ്രതിനിധികളുണ്ട്. അതിരാവിലെ തന്നെ അവരെല്ലാവരും തന്നെ വാർത്തകളും വിശേഷങ്ങളുമായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതെ, തെരഞ്ഞെടുപ്പിന്റെ അംഗം കുറിച്ചത് മുതൽ, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് മുതൽ ചേലക്കരയിലേക്ക്, വയനാട്ടിലേക്ക്, അതിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട്ടേക്കൊക്കെയായിരുന്നു നമ്മുടെ ഫോക്കസ്. ഇന്നിപ്പോൾ ചേലക്കരയും വയനാടുമാണ് വിധി എഴുതാൻ പോകുന്നത്, പാലക്കാടില്ല. പക്ഷേ പാലക്കാടുമൊക്കെ സജീവമായി നിന്ന പ്രചാരണങ്ങൾ, വിവാദങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ നടന്ന വിവാദങ്ങളും അതിൻ്റെ പ്രചാരണങ്ങളും ഒക്കെ എഫക്ട് ചെയ്ത 2 മണ്ഡലങ്ങൾ കൂടിയാണ് ഈ ചേലക്കരയും വയനാടും എന്നുള്ളത്. നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകണം. തനേഷ് തമ്പി പഴയന്നൂരിൽ നിന്ന്, ചേലക്കരയിലെ പഴയന്നൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. തനേഷ് തമ്പി, സമയം ഇത് 6:30 കഴിഞ്ഞു എന്ന് തോന്നുന്നു. അതെ, 6:28 ഇനിയിപ്പോൾ വോട്ടേഴ്സ് എത്തിത്തുടങ്ങും. തനേഷ് തമ്പി നിൽക്കുന്ന ബൂത്ത് അതെവിടെയാണ്? സ്കൂളാണെന്ന് തോന്നുന്നു. അവിടെ മോക്ക് പോളിംഗ് ഒക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ തനേഷ് തമ്പി? റീജിത്ത്, സ്മിത, ഞാനിപ്പോൾ നിൽക്കുന്നത് പഴയന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 160-ാം നമ്പർ ബൂത്തിലാണ്. ഇവിടെ 1348 വോട്ടർമാരാണുള്ളത്. ഏതാണ്ട് 1200ഓളം പേർ വോട്ട് ചെയ്യുമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി, ഇവിടെ എത്തിയിട്ടുള്ള പ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയുന്നു. അത്രത്തോളം രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു ബൂത്ത് അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൻ്റെ ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞ 28 വർഷമായി CPIM മത്സരിച്ച് വിജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണിത്. പക്ഷേ മുൻപ് പൊതു തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുമ്പോൾ അത്രത്തോളം ശ്രദ്ധ ഒരിക്കലും ചേലക്കരയിലേക്ക് വരാറില്ല. കാരണം ഇവിടെ വിജയം ഏകപക്ഷീയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്കൊന്നും അല്ലെങ്കിൽ വിവാദങ്ങളിലേക്കൊന്നും പോകില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. തുടക്കം മുതൽ തന്നെ വിവിധ രാഷ്ട്രീയ വിവാദങ്ങൾ ഈ ചേലക്കര മണ്ഡലത്തെ പിടിച്ചൊലിച്ചു. അത് കെ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടാണെങ്കിലും പിന്നീട് DMKയുടെ സാന്നിധ്യമായിട്ടാണെങ്കിലും, അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇന്നലെ നടന്ന PV അൻവറിന്റെ നാടകം ഉൾപ്പെടെ പല വിധത്തിലുള്ള കാരണങ്ങളാൽ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പായി ചേലക്കര മാറി. അതുകൊണ്ട് തന്നെ പ്രവചനങ്ങൾ നേരത്തെ അത്ര ശക്തിയോടെ ഏതെങ്കിലും മുന്നണികൾ ഉന്നയിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ സംശയമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത്, അത് നിലവിൽ UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. അതേസമയത്ത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് ഘട്ടത്തിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചത്. അപ്പോൾ 4000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇവിടെ രമ്യ ഹരിദാസിന് നൽകിയിരുന്നതാണ്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ അതേ 4000-ത്തിലധികം വോട്ടുകൾ ഈ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഭൂരിപക്ഷം നേടിയെടുത്തു. അതിനുശേഷം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് പടി തന്നെ നിലനിർത്താൻ കെ രാധാകൃഷ്ണന് കഴിഞ്ഞിരുന്നു. ഏതായാലും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഈ ഒരു ബൂത്തുമായി ബന്ധപ്പെട്ടുള്ള. ഇവിടെ മോക്ക് പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതാണ്ട് 5:45 തന്നെ ആരംഭിച്ചിരുന്നു. അതിപ്പോൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടന്നു. മോക്ക് പോളിംഗ് പൂർത്തിയായി. അതിനുശേഷം അവസാനവട്ട ഒരുക്കങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വോട്ടിംഗ് യന്ത്രം അതിൻ്റെ അവസാനഘട്ട പരിശോധനകൾ പൂർത്തിയാക്കുന്നു. അതിനകത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ അത് വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. അത്തരത്തിലുള്ള ഇപ്പോൾ നമുക്ക് കാണാം, അതിരാവിലെ തന്നെ ഞങ്ങളിവിടെ എത്തുമ്പോൾ ഏതാണ്ട് 5 മണിയായിരുന്നു. ഏതാണ്ട് 6 മണിയോടുകൂടി തന്നെ ഒട്ടേറെ ആളുകൾ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. പല ബൂത്തുകളിലായിട്ട് ആളുകൾ എത്തിയിട്ടുണ്ട് വളരെ നേരത്തെ തന്നെ. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തോടുള്ള ഒരു കരുതൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തെ കാണാം. 7 മണിക്ക് ആരംഭിക്കേണ്ട വോട്ടിങ്ങിനാണ് വളരെ നേരത്തെ തന്നെ എത്തിയിരിക്കുന്നത്. വളരെ നേരത്തെ എത്തിയോ? 6 മണിക്ക് മുമ്പെത്തി. നേരത്തെ വോട്ട് ചെയ്ത് അങ്ങ് മടങ്ങാം എന്നുള്ളതാണ്. അതെ, അതന്നെയാണ് ഉദ്ദേശം. തിരക്ക് കഴിയണതിന് മുന്നേ പോകാൻ 6 മണി 6:15 എത്താറുണ്ട് എല്ലാ ഇലക്ഷനും. നേരത്തെ വോട്ട് ചെയ്ത് അങ്ങ് മടങ്ങാം. അതെ, പിന്നെ ചെറുകുത്തി വരെ ഒന്നും പോകേണ്ട ആവശ്യമുണ്ട്. ചെറുകുത്തി ഒന്നും പോകണം.
വളരെ നേരത്തെ കാലങ്ങളായി വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അവർ വളരെ 6 മണിയോടുകൂടി തന്നെയൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു. 7 മണിക്ക് ആദ്യം തന്നെ വോട്ട് ചെയ്ത് ഇവിടെ നിന്ന് മടങ്ങുക, മറ്റ് പ്രശ്നം ജീവിത കാര്യങ്ങളിലേക്കൊക്കെ മടങ്ങുക എന്നുള്ളതൊക്കെ തന്നെയായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. ഏതായാലും എന്തുകൊണ്ട് ചേലക്കര ഇലക്ഷൻ വ്യത്യസ്തമാകുന്നു, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യമെന്ന് മനസ്സിലാക്കുന്നതാണ് ഇത്ര നേരത്തെ തന്നെ ആളുകൾ എത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും അത്തരത്തിലുള്ള ഒരു ഈ ഒട്ടേറെ വിവാദങ്ങളും മറ്റു സാഹചര്യങ്ങളും ഒക്കെ വന്നെങ്കിലും വളരെ ആവേശത്തോടു കൂടി തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഈ 160-ാം നമ്പർ ബൂത്തിലാണ് നമ്മളിവിടെ ഉള്ളത്. ഈ പഞ്ചായത്തിലാകെ ഏതാണ്ട് 29ഓളം ബൂത്തുകളാണ് ഉള്ളത്. ആ എല്ലാ ബൂത്തുകളിലും വലിയ തിരക്കാണ് ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പ്രതീക്ഷിക്കുന്നതും. റിജിത്ത്, സ്മിത. തനേഷ്, ഒരു കാര്യം കൂടെ, തനേഷിന് പാലക്കാടാണോ ചേലക്കരയിലാണോ വോട്ട്? സ്മിത, എനിക്ക് തിരുവനന്തപുരത്താണ് വോട്ട്. തിരുവനന്തപുരത്തായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചു നാട്ടിൽ നിന്ന് മാറിയിട്ടുണ്ടാവില്ല എന്ന്. മുഖത്തൊരു സന്തോഷമൊക്കെ കണ്ടപ്പോഴേ ചിലപ്പോൾ പരിചയക്കാരെയൊക്കെ കാണാൻ പറ്റുമായിരിക്കുമല്ലേ? എന്നാലും ശരി, തനേഷ് തമ്പി വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയും ചില വോട്ടേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞ ടീമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ കണ്ടില്ലേ, പ്രായമായ അദ്ദേഹം പറഞ്ഞത് ഞാൻ എല്ലാ വർഷവും ആദ്യം എത്തി വോട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അതെ, എന്തായാലും കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് എങ്ങോട്ടാണ്? ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. ചൂരൽമലയിൽ നിന്നാണ് ഷഹദ് ചേരുന്നത്. ഷഹദ്, ഗുഡ് മോർണിംഗ്. തുടക്കത്തിൽ തന്നെ ഹാഷ്മി പറയുകയായിരുന്നു, വളരെ വൈകാരികമായ സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് വോട്ടെടുപ്പിൽ പങ്കെടുത്ത പലരും ഇന്ന് അവിടെ ഇല്ല. അതോടൊപ്പം തന്നെ അവരതിൽ നിന്നൊന്നും സത്യം പറഞ്ഞാൽ അവർ പല കാര്യങ്ങൾ കൊണ്ടും അവരതിൽ നിന്ന് മുക്തരായിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് വോട്ട്. പക്ഷെ പരമാവധി അവരെ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട്. KSRTC ബസ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഷഹദ് നിൽക്കുന്നിടത്ത് അവിടെ ആളുകളുണ്ട്, വോട്ടേഴ്സ് എത്തി തുടങ്ങിയല്ലേ? തീർച്ചയായും സ്മിത, നമുക്കറിയാം രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വയനാട്ടിലേത്. കാരണം പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയധികം പ്രാധാന്യം ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഞാൻ നിൽക്കുന്ന ഈ ബൂത്തുകൾ എന്ന് പറയുന്നത് ചൂരൽമല മേഖലയിലുള്ള ബൂത്തുകളാണ്. ഇവിടെ 2 ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചൂരൽമലയിലെയും അതുപോലെ തന്നെ ഈ മുണ്ടക്കയിലും അതുപോലെ തന്നെ അട്ടമല ഉൾപ്പെടെയുള്ള മേഖലകളിലെ ബൂത്തുകളാണ് പ്രധാനമായിട്ടും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വോട്ടർമാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഇവിടെ കൂടുതലായിട്ടും ഈ എസ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് രാവിലെ തന്നെ വോട്ട് ചെയ്ത് അവർക്ക് യഥാസ്ഥാനങ്ങളിലേക്ക് അവരുടെ ജോലികളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് വോട്ടർമാരോട് തന്നെ ചോദിക്കാം. ഏതായിരുന്നു വാർഡായിരുന്നു? 12 വാർഡ്. പണ്ട് എവിടെയായിരുന്നു വോട്ട് ചെയ്യാറ്? ഹൈസ്കൂളിൽ നമ്മളെ പോയ സ്കൂളിലായിരുന്നു വോട്ട് ചെയ്യാറ്. എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ ഡ്രൈവർ. കഴിഞ്ഞ നേരത്തെ പോയുള്ള പരിപാടിയാണ്? എല്ലാ കഴിഞ്ഞ ബൂത്ത് പോയിരിക്കാൻ പരിപാടി. അതുകൊണ്ടാണ്. എന്താ നേരത്തെ വന്ന് വോട്ട് ചെയ്ത് പോകാനുള്ള പരിപാടിയാണോ അതോ ബൂത്ത് പോയി നിൽക്കാനുള്ള പരിപാടിയാണോ? നമ്മള് നേരത്തെ ചെയ്ത് പോവാ വെച്ചിട്ട്. എന്താ ജോലി എന്താ ചെയ്യുന്നത്? കൂലിപ്പണി. ഇവിടെ ഫസ്റ്റ് വന്ന വോട്ടറാണ്. പേരെന്താ? കാശി. എന്താ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? കൂലിപ്പണിക്ക് അത് കഴിഞ്ഞിട്ട് പോണം. എവിടെ സ്ഥലം? ഇവിടെ തന്നെ തൊട്ടടുത്ത. ജോഗിങ്ങിന് ഇറങ്ങിയിട്ട് ആ വഴിക്ക് വോട്ട് ചെയ്ത് പോകുന്നവർ? ജോഗിങ് ആയിരുന്നു 2019 അങ്ങനെ ആയിരുന്നു. ഇപ്പോ ഉരുൾപൊട്ടൽ സംഭവിച്ചതിന് ശേഷം ഈ മുണ്ടക്കൈയിലൊക്കെ കുറച്ച് നായ്ക്കളും പൂച്ചകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഫുഡ് കൊടുക്കാൻ പോകുന്ന പോക്കാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ഫസ്റ്റ് വോട്ട് ഞാനാ ചെയ്തത്. അപ്പൊ ഇപ്രാവശ്യവും അതേപോലെ തന്നെ വന്നതാണ്, ചെയ്തിട്ട് പോകണം. കഴിഞ്ഞ വർഷമൊക്കെ വോട്ട് ചെയ്ത പലരും ഇന്നില്ല. ഒരുപാട് ആളുകൾ ഞങ്ങൾ അന്ന് ക്യൂ നിൽക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന പല ആളുകളും ഇല്ല. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് ലേഡീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരെ ഒന്ന് നിന്നപ്പോ ഈ പരിസരത്ത് അന്നൊക്കെ ക്യൂ തന്നെ 1 കിലോമീറ്റർ ദൂരത്തോളം ഉണ്ടായിരുന്നു. ഇപ്പൊ അത്രയും ഇല്ലല്ലോ. ഇപ്പൊ ആകെ 10-20 പേരെ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. എന്താ പറഞ്ഞേ? അല്ലെ, കഴിഞ്ഞ പ്രാവശ്യം ഈ നേരം ടൈം ആകുമ്പോഴത്തേന് ക്യൂ മൂപ്പർ പറഞ്ഞാൽ തന്നെ ഒരുപാട് ദൂരം പോണതാണ്. ഇപ്പൊ തന്നെ ആരും കാണാനില്ല. ഇത് ഞങ്ങൾ ഈ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. എല്ലാവരും കുറെ ആൾക്കാർ പോയി, കുറെ ആൾക്കാർ മാറി താമസമായി. അതിൽപ്പെട്ട ആൾക്കാരാണ് അവരെ ബാക്കിൽ നിൽക്കുന്ന ആളൊക്കെ ഇത് ഉൾപ്പൊട്ടി മാറി താമസിക്കുന്നത്. അതായിരിക്കുന്ന ആള്. എനിക്ക് സ്മിത അതാണ് കാരണം കഴിഞ്ഞ തവണത്തെ ഇലക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരായിരുന്നു. എന്നാൽ ഇത്തവണ പലരും പല ഭാഗങ്ങളിലാണ്. അപ്പം ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വോട്ട് പിടിക്കാനായിട്ട് വരികയാണ്. ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്? ഇപ്പോ ചുണ്ടയില് ചൂരമല സ്കൂളിലൂടെ താമസിച്ചിരുന്നത്. ഇപ്പോ ചുണ്ടയിലെ താമസം. രാവിലെ വാപ്പിയും ഉമ്മയുണ്ട്. തിരക്കാലത്ത് മുന്നേ വേഗം നേരത്തെ വന്നു. അവിടെ 5 മണിക്ക് വന്നു. നേരത്തെ എണീറ്റ് വന്നു. ഇവിടുന്ന് ഏകദേശം എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് ഒരു 28 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ നമ്മളെന്താ വെച്ചാൽ വിഷമാണ്. ഇപ്പൊ തന്നെ കണ്ടെന്നറിയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വോട്ട് ചെയ്യാൻ വരുമ്പോ എന്റെ അടുത്ത സുഹൃത്തുണ്ട്, തൊട്ടടുത്താണ്. ഞങ്ങൾ ഒന്നിച്ചാ വരാറ്. ഇന്ന് അവനില്ല, അവന്റെ കുടുംബമല്ല. അവര് വിഷമമുണ്ട്. മറ്റേത് വീട്ടിലേക്ക് വിളിക്കും, ഞങ്ങൾ ഒന്നിച്ചാണ് വരിക. പിന്നെ വെറുതെ ഇങ്ങനെ എന്ത് ലീവായിരിക്കുമല്ലോ, ഓരോ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങും. അവനൊന്നുമില്ല, വിളിക്കാനില്ല. ഒരു വിഷമമുണ്ട്.
അതാണ് സ്മിത റീജിത്ത്. കാരണം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കുറെ കൂടി വൈകാരികമാണ്. കാരണം അവർ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് പല ദേശങ്ങളിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇങ്ങോട്ടേക്ക് തെരഞ്ഞെടുപ്പിനായിട്ട് വരികയാണ്, അല്ലെങ്കിൽ വോട്ട് ചെയ്യാനായിട്ട് വരികയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് നിന്നിരുന്ന ഒരു ബൂത്ത് നമ്മൾ ഇന്നലെയൊക്കെ വാർത്ത സംപ്രേഷണം ചെയ്യുന്ന ഘട്ടത്തിൽ ഇവിടുത്തെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. കാരണം കൊട്ടിക്കലാശമൊക്കെ അതിവിപുലമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഇടമായിരുന്നു. പക്ഷേ ഇത്തവണ അത്തരത്തിൽ കൊട്ടിക്കലാശമോ ആളോ ബഹങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ക്യൂ സാധാരണഗതിയിൽ വലിയ രീതിയിലുള്ള ക്യൂ ഉണ്ടാകാറുണ്ട്. കാരണം ഇന്ന് മോക്ക് പോളിംഗ് ഏകദേശം ഒരു 5:30 മണിയോട് കൂടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഇവിടെ ഈ പോളിംഗ് ഓഫീസിലുണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മളോട്. കാരണം സാധാരണഗതിയിൽ ഈ സമയമാകുമ്പോഴത്തേക്ക് വലിയ രീതിയിലുള്ള ക്യൂ ഉണ്ടാകാറുള്ളത്. പക്ഷേ എന്നാൽ ഇത്തവണ അങ്ങനെ കാര്യമായിട്ട് ക്യൂ ഒന്നും നമുക്കിവിടെ വലിയ രീതിയിൽ കാണാനില്ല. കാരണം ഒരു പക്ഷേ ഇവിടെ മുൻപുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവിടെ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് അത് കുറച്ചുകൂടി കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പൊ എവിടുന്നാ വരുന്നത്? ഇവിടെ തന്നെയാണോ താമസം? ഇവിടുന്ന് മാറിയിട്ടൊന്നുമില്ല. മാറിയിട്ടില്ല. രാവിലെ വോട്ട് ചെയ്ത് വീട്ടിലെ പടികളിൽ സജീവമുള്ള പരിപാടിയാണ്. ചേച്ചി, ക്യാമ്പിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഇപ്പൊ എവിടെ താമസിക്കുന്നത്? ഇപ്പൊ ഞാൻ ഇവിടെ ഇലവയില്. ജോലിക്ക് പോകണോ? ഇന്ന് ജോലിക്ക് പോകണം. ഇപ്പൊ സൂചിപ്പാറ തുറന്നിട്ടുണ്ടല്ലോ, അപ്പൊ ഇന്നാണ് എനിക്ക് അവിടെ തുടങ്ങണേ. അപ്പൊ ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞിട്ട് രാവിലെ ഓടി വന്നതാ. സൂചിപ്പാറ എന്നാണോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ട് 1-ാം തീയതി ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് ഈ 12 പണിയേ ഉള്ളൂ. അപ്പൊ അത് 3 സെക്ഷനായിട്ടാണ് വരുന്നത്. അപ്പൊ ഞങ്ങളുടെ സെക്ഷൻ ഇന്നാണ് തുടങ്ങണത്. അപ്പൊ ഇന്ന് പോണം അങ്ങോട്ട്. ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകും. എവിടുന്നാ? ഞങ്ങളിവിടെ സ്കൂൾ റോഡിലായിരുന്നു. ഇപ്പൊ ചുണ്ടേല താമസം. ഇപ്പൊ ഇവിടെ ഇന്നലെ ബന്ധുവീട്ടിൽ ഇവിടെ അടുത്ത് നീലിക്കാപ്പിൽ വന്നതാ. വേഗം ചെയ്തു പോകാൻ പറഞ്ഞിട്ട് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടാണ് ഇപ്പം വരുന്നത്. ചുണ്ടേലാണ് ഇപ്പൊ താമസം. വീടൊക്കെ നഷ്ടപ്പെട്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കുടുംബം എല്ലാം മൊത്തം പോയി. ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രധാനമാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം? ഇത് നല്ലൊരു തെരഞ്ഞെടുപ്പാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പിന്നെ ആൾക്കാരൊക്കെ എല്ലാവരെയും കൊണ്ടുവരണം. ആരും ഇവിടെ ആദ്യം ചെയ്തവരൊന്നും ഇവിടെ ഇല്ലല്ലോ. ചൂരമല മുണ്ടക്കായി ഉള്ളവരാരും ഇവിടെ ഇല്ലല്ലോ. അവരൊക്കെ ബസ്സിൽ കൊണ്ടുവരുന്നാ പറയുന്നത്. ഞാൻ വിചാരിക്കുന്നു ഇതൊരു നല്ല നേട്ടമായി മാറുമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും വരുമായിരിക്കും. പക്ഷെ എല്ലാവരും ദുഃഖത്തിലും വേദനയിലൊക്കെ ആണല്ലോ. അതുകൊണ്ടൊരു വരുമോ അങ്ങനെ ഒരു വിഷമൊക്കെ ഉണ്ട്. വരട്ടെ. അങ്ങനെയാണ് സ്മിത. കാരണം ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഷഹദ് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം വല്ലാത്തൊരു ഹൃദയവേദനയോടുകൂടി തന്നെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് ഒരു ചെറിയ ചിരി കണ്ടാൽ തന്നെ സാധാരണ സ്മിത നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അതിന്റെ ആവേശം എന്നൊക്കെ പറയുന്നത് ഒരു ഉത്സവ സ്വഭാവത്തിലുള്ളതാണ്. വലിയ സന്തോഷത്തോടു കൂടി നമ്മൾ കാണുന്ന ഒന്നാണ്. പക്ഷേ ഈ മുണ്ടക്കൈ ചൂരൽമല ഏരിയയിലൊക്കെയുള്ള ആളുകൾ അവരുടെ അവസ്ഥ, അവരുടെ സങ്കടം, അതൊക്കെ അതിനിടയിൽ ഒരു വലിയ വേദനയായി മാറുന്നുണ്ട്. എങ്കിലും വലിയ സങ്കടമാണ്. കാരണം പറഞ്ഞു കേട്ടില്ലേ, എല്ലാ വർഷവും ഒരുമിച്ച് വോട്ട് ചെയ്യാൻ വന്നിരുന്ന കൂട്ടുകാരനില്ല. നമുക്കറിയാലോ നാട്ടുമ്പുറത്തൊക്കെ ആ ദിവസം അവരിങ്ങനെ ആഘോഷിച്ച് നടക്കും കൂട്ടുകാരെല്ലാം. ഒരുപാട് പേരുടെ വീട് പൂർണ്ണമായി തകർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താമസമൊക്കെ അവിടെ നിന്ന് മാറി മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഈ വോട്ടെടുപ്പിന്റെ ദിവസം മറ്റിടങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരികയാണ്. പിന്നെ അതിൽ ആ ചേച്ചി പറഞ്ഞു കേട്ടില്ലേ, ഇന്നാണ് ഒരു ജോലി അത് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതായത് ഈ മാസങ്ങൾ കഴിയുമ്പോഴും അവരൊരു സാധാരണ ജീവിതത്തിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. അവർക്ക് ഈ വേദന അവരിൽ നിന്ന് എന്ന് വിട്ടുപോകുമെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ജനാധിപത്യമാണ്. തീർച്ചയായിട്ടും വോട്ട് രേഖപ്പെടുത്തണം. അവർക്കിനി അങ്ങോട്ട് കൃത്യമായിട്ടുള്ള രേഖപ്പെടുത്തലുകൾ നടക്കട്ടെ. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാവുന്ന ആൾ തന്നെ ജയിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കണം അല്ലേ. കാരണം എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്താണ് അവരുടെ പ്രശ്നങ്ങൾ. അതിലൊരു സംശയമില്ല.